ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPIM നേതാവുമായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. താൻ മാത്രമല്ല ബോർഡിന് കൂട്ടുത്തരവാദിത്തം ഉണ്ടെന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. കേസിൽ ഇതുവരെ ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ജാമ്യം നൽകിയിട്ടില്ല. കുറ്റം തന്റേത് മാത്രമല്ല എന്നതാണ് പത്മകുമാർ ജാമ്യാപേക്ഷയിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ബോർഡിന്റെ തീരുമാനമാണ് താൻ നടപ്പിലാക്കിയത്. മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് എല്ലാവരുടെയും അറിവോടുകൂടിയെന്നും പത്മകുമാർ സൂചിപ്പിക്കുന്നു. തനിക്ക് പ്രായമായെന്നും പരിഗണന വേണമെന്നതുമാണ് ആവശ്യം. കേസിൽ ഏറ്റവും ഒടുവിലാണ് പത്മകുമാർ അറസ്റ്റിലാകുന്നത്. മുൻ MLA-യും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന പത്മകുമാറിനെ അന്വേഷണ ഘട്ടത്തിൽ ദ്വാരപാലക ശില്പകേസിലും പ്രതി ചേർത്തിരുന്നു. തുടർന്ന് SIT വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു. പാർട്ടി നേതാവിന്റെ അറസ്റ്റ് CPM-നെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മുൻപ് ജാമ്യാപേക്ഷയുമായി കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ച മുരാരി ബാബുവിനും KS ബൈജുവിനും N വാസുവിനും കോടതി ജാമ്യം നൽകിയിട്ടില്ല. അതേ സ്ഥിതി തന്നെയായിരിക്കും പത്മകുമാറിൻ്റേതും. ജനം, കൊല്ലം.